യെസ്, അപ്പൊ നമുക്ക് ഇനി പോവേണ്ടത് പാലക്കാടേക്കാണ്. അവിടെ ഇന്നലെ ഉണ്ടായ പുകില് ചില്ലറയൊന്നുമല്ല. ഷാഫിക്കെതിരെ ഒരു അധിക്ഷേപ പരാമർശമാണ് ഇന്നലെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നടത്തിയത്. ആ അധിക്ഷേപ പരാമർശം പക്ഷേ മറ്റു നേതാക്കൾ CPM-ലെ മുതിർന്ന നേതാക്കൾ പിടിക്കിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വിവരം. അതായത് CPM പറയുന്ന തെളിവൊന്നും കയ്യിലില്ലാതെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കേണ്ട. സുരേഷ് ബാബുവിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നൽകട്ടെ എന്ന് പറഞ്ഞ് കൈ കഴുകുന്നതാണ് നമ്മൾ കണ്ടത്. ജില്ലാ സെക്രട്ടറിക്ക് ആരോപണമുണ്ടെങ്കിൽ അദ്ദേഹം തെളിവുകൾ പുറത്ത് വിടട്ടെ എന്നാണ് ഈ നേതാക്കളൊക്കെ പ്രതികരിക്കുന്നത്. എന്തായാലും സുരേഷ് ബാബുവിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തതും CPM-നെ വെട്ടിലാക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. തന്റെ കയ്യിൽ രേഖയില്ലാത്തത് കൊണ്ട് ആരോപണം ഉന്നയിക്കുന്നില്ലെന്നായിരുന്നു മുതിർന്ന നേതാവ് AK ബാലന്റെ പ്രതികരണം. NN കൃഷ്ണദാസും വിഷയത്തിൽ കൃത്യമായ ഉത്തരം നൽകിയില്ല. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസാണ് എന്നോടൊപ്പം ഉള്ളത്. ഇന്നലെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞത് ഈ ഷാഫി പറമ്പിൽ MP ഈ ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ബംഗളൂരുവിലേക്ക് വിളിക്കുകയാണ് എന്നുള്ളതാണ്. അതൊരു അധിക്ഷേപ പരാമർശം എന്നുള്ളതാണ് ഷാഫിയും കോൺഗ്രസ് നേതാക്കളും എല്ലാം തന്നെ പറയുന്നത്. അങ്ങനെ ഒരു തെളിവുമില്ലാതെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ? കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി കേരളത്തിൽ അതീവ ഗുരുതരമായി ജീർണതയിൽപ്പെട്ടിരിക്കുന്നു. ആ ജീർണത കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ പൊതുവിൽ ബാധിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഈ ജീർണതയിൽ നിന്ന് കോൺഗ്രസിനെ എങ്ങനെ കരകയറ്റാം എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് ആലോചിക്കേണ്ടത്. ഞങ്ങൾക്ക് അതിന് ബാധകമല്ല, ഞങ്ങളുടെ പാർട്ടിയല്ല, ആ കോൺഗ്രസ് അതിനെപ്പറ്റി പറയേണ്ടത്. അല്ല, ഈ പാർട്ടി എന്നുള്ളതിനപ്പുറം ഷാഫി എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ഇന്നലെ പറഞ്ഞത്. അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കും പാർട്ടിക്കും ഉണ്ടോ? കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി ജീർണിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമായ ജീർണതയിലേക്ക് പോയി. ആ രാഷ്ട്രീയ ജീർണതയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയെ രക്ഷിക്കാനുള്ള കാര്യം അവരാണ് ആലോചിക്കേണ്ടത്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചല്ല ആക്ഷേപം. അവരാലോചിച്ച് അവർ പറയട്ടെ, കോൺഗ്രസിന്റെ പറയേണ്ടത് അതൊക്കെ. അല്ല, ഈ ഷാഫി എന്ന വ്യക്തി ഇങ്ങനെ സ്ത്രീകളെ കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി ജീർണിക്കപ്പെട്ടിരിക്കുന്നു. ആ രാഷ്ട്രീയ ജീർണതയിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള മാർഗം അവരാലോചിക്കട്ടെ. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ വിമർശനമാണ് കോൺഗ്രസ് പാർട്ടി ജീർണിച്ചു എന്നുള്ളത്. ഇത് മറിച്ച് രാഷ്ട്രീയ വിമർശനം അപ്പുറത്ത് ഒരു വ്യക്തി വിമർശനമാണ് ഇന്നലെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അംഗീകരിക്കുന്നുണ്ടോ? രാഷ്ട്രീയമായി കോൺഗ്രസ് പാർട്ടി ജീർണിക്കപ്പെട്ടിരിക്കുന്നു. ആ പാർട്ടിയുടെ രാഷ്ട്രീയ ജീർണതയിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിക്കാൻ കോൺഗ്രസ് മുമ്പിലേക്ക് വരട്ടെ. ഞങ്ങളുടെ അഭിപ്രായം അതാ. ഇപ്പോൾ എറണാകുളത്ത് ഈ ഷൈൻ ടീച്ചർക്കെതിരെ ഒക്കെ ഉണ്ടായ ഈ വ്യക്തി അധിക്ഷേപം അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിന് സമാനമായ ഒരു കാര്യം തന്നെയല്ലേ ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞത്? കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി ജീർണതയുടെ പടുകുഴിയിലാണ്. ആ കോൺഗ്രസ് പാർട്ടിയെ രാഷ്ട്രീയ ജീർണതയിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളത് അവരാലോചിക്കട്ടെ. ഞങ്ങൾക്ക് അതിനൊന്നും കളയാൻ സമയമില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ ഉത്തരമാണ് എല്ലാത്തിനും. കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി ജീർണതയിൽപ്പെട്ടിരിക്കുന്നു. ആ ജീർണതയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയെ കരകയറ്റാൻ അവരാരെങ്കിലും ശ്രമിക്കട്ടെ. ഇന്നലെ EN സുരേഷ് ബാബു പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായി ജീർണിച്ചിരിക്കുന്നു. ആ രാഷ്ട്രീയ ജീർണതയിൽ നിന്ന് കരകയറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള അവരാലോചിക്കട്ടെ. ഇപ്പോൾ SP-ക്ക് പരാതിയായിട്ട് പോയിട്ടുണ്ട് ഈ ജില്ലാ സെക്രട്ടറി ഇന്നലത്തെ പ്രസ്താവന. കോൺഗ്രസ് പാർട്ടിയുടെ ജീർണതയെ രക്ഷിക്കാനല്ലേ, അത് അവർ നോക്കട്ടെ. എന്തായാലും എല്ലാ ചോദ്യങ്ങൾക്കും ഏതാണ്ട് സമാനമായ ഉത്തരമാണ് NN കൃഷ്ണദാസ് നൽകുന്നത്. എന്തായാലും ഇന്നലെ ഷാഫി പറമ്പിലിനെതിരെ പറഞ്ഞ ആ പ്രസ്താവന അദ്ദേഹം ഏറ്റുപിടിക്കുന്നുമില്ല. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് ഇജ്മൽ, മീഡിയ 1 പാലക്കാട്. അതെ, ആരോപണം പറഞ്ഞ ആൾക്കാർ തെളിയിക്കാൻ അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടാവുമല്ലോ. ഇപ്പം എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ അല്ല, ഷാഫിക്ക് എതിരായിട്ട് ആരോപണം ഉള്ള ആൾക്കാരാണല്ലോ പറയുന്നത്. എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. എൻ്റെ കയ്യിൽ രേഖ ഉണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ രേഖ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. യെസ്, എന്തായാലും സാജിദ് അജ്മൽ പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കും. സാജിദ് ഇപ്പോൾ NN കൃഷ്ണദാസിനോട് ഒരു 6-7 ചോദ്യങ്ങൾ സാജിദ് ചോദിച്ചു. അദ്ദേഹം നേരത്തെ തന്നെ പ്രിപ്പയർഡായി വന്നതായിരുന്നു. പക്ഷെ അതിനകത്ത് നിന്ന് നമുക്ക് പൂർണ്ണമായും EN സുരേഷ് ബാബുവിന്റെ വാദത്തെ ഓൺ ചെയ്യാൻ, അത് ഏറ്റെടുക്കാൻ ഇദ്ദേഹം ഇപ്പോൾ കൃഷ്ണദാസും തയ്യാറാകുന്നില്ല, ബാലനും തയ്യാറാകുന്നില്ല. അതേസമയം സുരേഷ് ബാബുവിന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ഹാജരാക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് CPM വെട്ടിലായ മട്ടുണ്ടോ, അതോ സുരേഷ് ബാബുവിന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടോ?
സൈഫുദ്ദീൻ NN കൃഷ്ണദാസിനോട് പല ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഉത്തരം എല്ലാത്തിനും ഒന്നായിരുന്നു. എന്നാൽ AK ബാലൻ തെളിവുണ്ടെങ്കിൽ പറയട്ടെ എന്നുള്ളതാണ്. ഇതിൽ NN കൃഷ്ണദാസ് ആണെങ്കിലും AK ബാലനാണെങ്കിലും MB രാജേഷ് ഉൾപ്പെടെയുള്ള ജില്ലയിലെ നേതാക്കളാണെങ്കിലും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്തരം ഒരു പ്രസ്താവന വേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് ഉള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇനി തെരഞ്ഞെടുപ്പുകൾ അടുത്ത് നിൽക്കുന്നു. ഇങ്ങനെ ഉണ്ടായില്ല വെടി വെക്കുന്നതിലൂടെ നേരത്തെ ഉണ്ടായിരുന്ന ആരോപണങ്ങളുടെ ക്രെഡിബിലിറ്റിയെ കൂടി ബാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ സമരത്തിൽ CPM-ന്റെ പോഷക സംഘടനകൾ നിൽക്കുന്നു, ആരോപണങ്ങൾ ഉയരുന്നു. അത് ഈ നിയമപരമായി വലിയ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിലും ഈ ഓഡിയോ ഉൾപ്പെടെയുള്ള തെളിവുകളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുക, പിന്നീട് അതിൽ നിന്ന് മലക്കം മറിയുക, താൻ ഷാഫിയുടെ പേരല്ല പറഞ്ഞത് എന്ന് പറയുക, ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ രാഹുലിന്റെ വിഷയവും ഇതേ രീതിയിലാണ് എന്ന് ഈ കോൺഗ്രസിന് വ്യാഖ്യാനിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് ഏറ്റുപിടിക്കേണ്ടതില്ല എന്നുള്ളതാണ് CPM-ന്റെ ഭൂരിഭാഗം നേതാക്കളുടെയും ഒരു അഭിപ്രായം. ഇത് എന്തായാലും കോൺഗ്രസ് വളരെ ഗൗരവത്തിലെടുക്കുകയും ഇത് നിയമ നടപടികളിലേക്ക് പോയിരിക്കുന്നു. ഇന്ന് ഈ പ്രമോദ് എന്ന ആലത്തൂരിലെ ഈ മണ്ഡലം നേതാവാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇനി പാലക്കാട് മണ്ഡലത്തിലെ ഈ നേതാക്കൾ കൂടി പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് കോൺഗ്രസ് ഇതിനെ കൊണ്ടുപോകുന്നത്. അതായത് കോൺഗ്രസിന്റെ കയ്യിലേക്കൊരു ആയുധം ലഭിച്ചിരിക്കുന്നു എന്ന് പറയാം. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും EN സുരേഷ് ബാബുവിനെ ഇന്നും നമ്മൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത് എന്നറിയാൻ. ഇന്നലെ EN സുരേഷ് ബാബു പറഞ്ഞത് ഈ ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ ഈ ബംഗളൂരുവിലേക്ക് കറങ്ങാൻ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിൽ ഈ ഹെഡ് മാസ്റ്റർ എന്നാണ് അദ്ദേഹം ആ സമയത്ത് പറയുന്നത്. പക്ഷേ ഈ ഹെഡ് മാസ്റ്റർ ആരാണ് എന്ന് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. ഷാഫി പറമ്പിലാണ് ഈ പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്നത്, മത്സരിപ്പിക്കുന്നത്, MLA ആക്കുന്നത് ഹെഡ് മാസ്റ്ററായ ഷാഫി പറമ്പിലാണെന്ന് പറഞ്ഞു വെച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. എന്തായാലും അത് ഒരു വലിയ വിവാദമായിരുന്നു. ഇന്ന് അദ്ദേഹം അതിനെ ഏത് രീതിയിലാണ് പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ജില്ലയിലെ CPM നേതാക്കൾക്കിടയിൽ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കാനായി ആരും രംഗത്തെത്തുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്.